നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. മൃതദേഹം അഴുകുന്ന അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങിയെങ്കിലും പൂർണ്ണമായും ജീർണിച്ച നിലയിലല്ലായിരുന്നു. മൃതദേഹം പുറത്തെടുക്കുമ്പോൾ സമീപത്ത രൂക്ഷമായ ഗന്ധമാണ് പടർന്നിരുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു. 2 ഫോറൻസിക് സർജന്മാരുടെ മേൽനോട്ടത്തിലായിരുന്നു മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ. മൃതദേഹം പൂർണ്ണമായും അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വച്ച് തന്നെ നടത്താം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘവും സ്ഥലത്ത് തമ്പടിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും അഴുകിയിട്ടില്ലാത്തതിനാൽ തന്നെ ഫോറൻസിക് സംഘം മടങ്ങി. ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്ക് ശേഷമാണ് കല്ലറ പൊളിച്ച മൃതദേഹം കണ്ടെത്തിയത്. പത്മാസനത്തിൽ കല്ലറയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ട്. ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയ നിലയിലായിരുന്നു ഇതിനെ കണ്ടെത്തിയത്. പുറകിലുള്ള ഭിത്തി കോൺക്രീറ്റിൽ തീർത്തതാണ്. കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുൻപ് കല്ലറ പൊളിക്കാൻ ശ്രമിച്ചു എങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് അവർ പിന്മാറുകയായിരുന്നു. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ തടസ്സം ഇല്ലായിരുന്നു എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. തുടർന്നാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്നാലും വലിയ ഞെട്ടലോടെയാണ് നാം ഈ വാർത്ത കേട്ടു തുടങ്ങിയത്. നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമിയുടെ മരണം വലിയ രീതിയിൽ ചർച്ചയായത്. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയത് എന്നായിരുന്നു മക്കൾ പറഞ്ഞത്. ചൊവ്വാഴ്ച രാവിലെ 10:30 മണിയോടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിൽ എത്തിയതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറയുന്നു. പിന്നാലെ തുടർ നടപടികൾക്കായി സബ് കളക്ടറും പോലീസുമൊക്കെ എത്തിയെങ്കിലും കടുത്ത ജനരോഷത്തെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം എത്തിയതോടെയാണ് രാവിലെയോടെ തന്നെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. മൃതദേഹം പുറത്തെടുത്താൽ ആത്മഹൂതി ചെയ്യുമെന്നടക്കം മക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് നിരീക്ഷണം വീടിനുള്ളിലും വീടിന്റെ പരിസരത്തും ഏർപ്പാടാക്കിയിരുന്നു. കല്ലറ പൊളിക്കുമ്പോൾ വീട്ടുകാർ ആരും തന്നെ പുറത്തു വന്നതുമില്ല. ഇനി അറിയേണ്ടത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്നാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കും രാസപരിശോധനകൾക്കും ശേഷം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗോപൻ സ്വാമിയുടെ വീട്ടുകാർക്ക് ഏതെങ്കിലും രീതിയിൽ ശിക്ഷാ നടപടികൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക. അതേസമയം കല്ലറ പൊളിക്കരുത് എന്ന കുടുംബത്തിന്റെ ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. വലിയ വിമർശനവും നൽകിയിരുന്നു. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നായിരുന്നു കോടതി ചോദിച്ചത്. ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ച ഹൈക്കോടതി സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു.